വേലിയേറ്റം ശക്തമായതോടെ കുട്ടനാട്ടിൽ മടവീഴ്ചയും വ്യാപകമായി. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ കൃഷിയിറക്കിയ പാടശേഖരങ്ങൾ മടവീഴ്ച ഭീഷണിയിലാണ്. വില പൂർത്തിയാക്കിയ പാടശേഖരങ്ങളിൽ മട വീണതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. വൃശ്ചിക വേലിയേറ്റത്തിൽ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ മട വീണു തുടങ്ങിയതോടെ വിത കഴിഞ്ഞ പാടത്തെ കർഷകരാണ് ദുരിതത്തിലായത്. ദുർബലമായ പുറംബണ്ടുകളുള്ള പാടശേഖരങ്ങൾ മടവീഴ്ച ഭീഷണിയിലാണ്. പുറംബണ്ടുകൾ കവിഞ്ഞ് വെള്ളം പാടശേഖരത്തേക്ക് കയറുന്നതിനാൽ പാടശേഖരങ്ങളിലെ വിതച്ച നെല്ല് നശിച്ചു. ഞങ്ങളുടെ പാടം ഇന്ന് വിതച്ചിട്ട് 11 ദിവസമായി. ആ പാടമാണ് നമുക്ക് മട വീണു പോയത്. ഒരു 3-4 ദിവസം മുമ്പ് ഞങ്ങൾ 10-15 പേര് പയറ്റിയിട്ടില്ല. ആറ്റിൽ നിന്നുള്ള മടയാണ്. ഞങ്ങളെ കൊണ്ട് തടയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഗവൺമെൻറ്റിന് കിട്ടിയാലേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുളിങ്കുന്ന് കൃഷിഭവൻ പരിധിയിലെ 80 പാടം പാടശേഖരത്ത് കഴിഞ്ഞ ദിവസം മട വീണു. ശക്തമായ വേലിയേറ്റത്തിൽ ആദ്യം വിള്ളൽ വീഴുകയായിരുന്നു. തടയാൻ വേണ്ട വസ്തുക്കൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശമായതിനാൽ തടയാനുള്ള കർഷകരുടെ ശ്രമങ്ങളും പാഴായി. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വേലിയേറ്റം വളരെ വലിയ നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടനാട് ആകമാനം പൊതുവെ ഇരുത്തിയിരിക്കുന്നൊരു സാഹചര്യം കൂടെ ഉണ്ടെന്നത് മനസ്സിലായിക്കൊണ്ട് ഷട്ടർ ക്രമീകരിച്ചുകൊണ്ട് വേലിയിറക്ക സമയത്ത് തുറന്നു വെച്ചുകൊണ്ടും വേലിയേറ്റ സമയത്ത് ഷട്ടർ അടച്ചുകൊണ്ടും വെള്ളം വരുന്നതിനെ ക്രമീകരിക്കാനൊരു നടപടി ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പാടശേഖരത്ത് മട വീണ് വെള്ളം കയറിയതോടെ പുറംബണ്ടിനുള്ളിൽ താമസിക്കുന്നവരുടെ വീടുകളിലും വെള്ളം കയറി തുടങ്ങി. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ മങ്കൊമ്പ് മേച്ചേരിവാക്ക പാടശേഖരത്തെ പമ്പിങ് നിർത്തിവെച്ചു. ശക്തമായ പുറംബണ്ടില്ലാത്തതിനാൽ വെള്ളം കവിഞ്ഞു കയറുന്ന സ്ഥിതിയാണ്. വിത കഴിഞ്ഞ് കിളിർത്തു തുടങ്ങിയ നെൽച്ചെടികൾ നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ജനം, ആലപ്പുഴ.